ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ജെൻഡിങ് ഹൈലാൻഡിലുള്ള അതിമനോഹരമായ ഒരു ചൈനീസ് ക്ഷേത്രത്തിലേക്ക് പോകാം. ഷിൻസ്വി ഗുഹാക്ഷേത്രം. ഗുഹാക്ഷേത്രത്തിലേക്ക് നമ്മൾ പോകുന്നത് കേബിൾ കാർ വഴിയാണ്. ആദ്യം നമ്മൾ ജെൻഡിങ് ഹൈലാൻഡിലെ റിസോർട്ടിൽ പോയി, അത് കഴിഞ്ഞ് മോളെല്ലാം ചുറ്റിക്കണ്ട് നമ്മുടെ ബുദ്ധഭഗവാന കണ്ടില്ലേ, ആക്ടിവിറ്റീസ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് നമ്മൾ ഈ ഷിൻസ്വി ഗുഹാക്ഷേത്രത്തിലേക്ക് പോകുന്നത്. നമ്മൾ കേബിൾ കാറിൽ വന്നിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നൊരു ഏകദേശം 3 കിലോമീറ്ററിൻ്റെ അടുത്തോളം ഉണ്ട് ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊരു കാർ എടുത്തിട്ട് 5 മലേഷ്യൻ റിംഗിറ്റ് കൊടുത്തിട്ട് നമ്മൾ കാറിൽ, ഷെയറിങ് കാറിൽ നമുക്ക് കയറി ആ അമ്പലത്തിലോട്ട് വരാം. ഇവിടെ ഞാൻ കണ്ടിരിക്കുന്നതിൽ വെച്ചിട്ട് നമ്മുടെ ഹെല്ലിൽ, അതായത് നമ്മുടെ നരകത്തിൽ പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ശിക്ഷാവിധികളിലെ 10 ശിക്ഷാവിധികൾ, അതായത് 10 ചാമ്പേഴ്സ് ഓഫ് ഹെൽ എന്ന് പറയും. അതായത് 10 ശിക്ഷാവിധികളുടെ എങ്ങനെയൊക്കെയാണ് അത് ചെയ്യുന്നതിനുള്ള ഒരു രൂപകൽപ്പന അവിടെ ഉണ്ട്. അത് നമുക്ക് ഈ വീഡിയോയിൽ ഓരോന്നോരോന്നായി കാണാം. നമ്മൾ പറയുന്ന പോലെ എണ്ണയിലിട്ട് വറക്കുന്നതും നൂൽപ്പാലത്തിൽ നടക്കുന്നതും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചൈനീസ് കഥകളിലെ എങ്ങനെയാണ് ഇവർ ഈ 10 ഹെല്ലിന്റെ ശിക്ഷാവിധികൾ എന്നുള്ളത് വിശദമായി കാണാം. ജെൻഡിങ് ഗ്രൂപ്പ് സ്ഥാപകനായ പരേതനായ ലിം ഗോ ടോങ് സംഭാവന ചെയ്ത 28 ഏക്കർ പാറക്കെട്ടുകൾ നിറഞ്ഞ വനഭൂമിയിൽ ജെൻഡിങ് ഹൈലാൻഡിലെ മനോഹരമായ ഒരു സ്ഥലമാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 4600 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം പർവ്വതത്തിന്റെ കൊടുമുടിയിൽ നിന്ന് ഏകദേശം 5 to 10 മിനിറ്റ് ഡ്രൈവ് താഴേക്ക് പോകുന്നുണ്ട്. മഴയെ വിളിക്കാനും ദുഷ്ടാത്മാക്കളെ കീഴടക്കാനുമുള്ള അത്ഭുതകരമായ കഴിവിന് ചൈനയിലെ ഫ്യൂജിയാൻ പ്രവിശ്യയിൽ വളരെ കാലമായി ദൈവമായി ആരാധിക്കപ്പെടുന്ന ബുദ്ധ സന്യാസിയായ മാസ്റ്റർ ക്യുങ് ഷൂയിയുടെ പ്രതിമ ക്ഷേത്രത്തിനുള്ളിൽ ഉണ്ട്. ഷിൻസ്വി കേവ് ടെമ്പിളിന് ഈ മലായ് ഭാഷയിൽ ഇവർ പറയുന്നത് ടൊക്കോങ് ഗുഹ ചിൻസ്വി എന്നാണ്. ഏകദേശം 12 ദശലക്ഷം റിയാൽ ചെലവിട്ട ഈ ക്ഷേത്രത്തിന്റെ ആദ്യഘട്ട വികസനത്തിൽ ഗംഭീരമായ ഒരു പരമ്പരാഗത ഘടനകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. കെട്ടിടത്തിന് പിന്നിൽ ഒരു വലിയ ബുദ്ധപ്രതിമയുണ്ട്. അനുഗ്രഹം ആഗ്രഹിക്കുന്നവർക്കായി ആദ്യം 10,000 അനുഗ്രഹ വിളക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആകെ 2000 അതേ അവശേഷിക്കുന്നുള്ളൂ കേട്ടോ. ഈ ക്ഷേത്രത്തിന്റെ അലങ്കാര മേൽക്കൂരയെ പിന്തുണയ്ക്കുന്ന ഉയരമുള്ള ചുവന്ന തൂണുകളുണ്ട്. പുറംഭിത്തിയിൽ റവറൻഡ് ചിൻസ്വിയുടെ ജീവിതത്തെയും അദ്ദേഹത്തിന്റെ പ്രധാന ജീവകാരുണ്യമായ അമാനുഷ്യമായ പ്രവർത്തനങ്ങളും ചിത്രീകരിക്കുന്ന നിരവധി ലിഖിതങ്ങളൊക്കെയുണ്ട് അവിടെ. ക്ഷേത്രത്തിനുള്ളിൽ, അതായത് ഫെങ് ഷൂയി തത്വങ്ങൾ അനുസരിച്ച് പ്രധാന ഹാളിന്റെ വടക്കൻ ഭാഗത്ത് തെക്കോട്ട് മുഖം ദർശിച്ചുകൊണ്ട് റവറൻഡ് ചിൻസ്വിയുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നുണ്ട്. പ്രതിമയ്ക്ക് പിന്നിൽ മനുഷ്യനിർമ്മിതമായ ഒഴുകുന്ന അരുവിയിൽ ഒരു പ്രകൃതിദത്ത പാറയുണ്ട്. വർഷം മുഴുവനും തെളിഞ്ഞ തണുത്ത മിനറൽ വാട്ടർ നൽകുന്ന പാറ പ്രതിമകൾക്ക് ആവശ്യമായ പിന്തുണ നൽകുന്നുണ്ട്. ഈ വെള്ളത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് രോഗികളെ സുഖപ്പെടുത്താൻ കഴിയും കേട്ടോ. ആ വെള്ളത്തിന്റെ പേരാണ് ഡ്രാഗൺ മിനറൽ വാട്ടർ എന്നാണ് ഇവര് പേരിട്ടിരിക്കുന്നത്.
ചാന്ദ്ര പുതുവത്സരത്തിന്റെ 6ാം ദിവസമാണ് റവറന്റ് ചിൻസ്ബിയുടെ ജന്മദിനം. ചാന്ദ്ര പുതുവർഷത്തിന്റെ ആദ്യ ദിവസം മുതൽ 10 ദിവസം ഇത് അവിടെ വലിയൊരു ആഘോഷമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. ഈ പുതിയ കൂട്ടിച്ചേർക്കലൊക്കെ ചേർക്കുന്നതോടെ റവറന്റ് ചിൻസ്ബിയുടെ നല്ല പ്രവർത്തികൾ മാത്രമല്ല മലേഷ്യൻ ചൈനീസ് സംസ്കാരത്തിന്റെ സമ്പന്നതയും ചിത്രീകരിക്കാൻ ഇവർ ലക്ഷ്യമിട്ടുള്ള കൂടുതൽ പരിപാടികളും ആഘോഷങ്ങളും നടത്താൻ ക്ഷേത്ര കമ്മിറ്റി എപ്പോഴും തയ്യാറായിക്കൊണ്ടിരിക്കാറുണ്ട്. ഈ ചിൻസ്ബി കേവ് ടെമ്പിളിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ 1975 ചെൻഡിങ് ഹൈലാൻഡ് റിസോർട്ടിലെ ആദ്യത്തെ ഹോട്ടലിന്റെയും കസിനോയുടെയും നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം ജെൻഡിങ് സ്ഥാപകൻ ടാങ് ശ്രീ ലിംഗോ ടോങ് ചിൻസ്ബി കേവ് ക്ഷേത്രം നിർമ്മിക്കാൻ തീരുമാനിച്ചു. ഈ ചിൻസ്ബി ടെമ്പിൾ സൊസൈറ്റി രൂപീകരിക്കാനായിട്ട് ഒരു കൂട്ടം സുഹൃത്തുക്കളെ ശേഖരിച്ചുകൊണ്ടാണ് പരേതനായ ടാൻ ശ്രീ ലിംഗ് ഇത് ആരംഭിച്ചത്. സ്ഥാപക അംഗങ്ങളിൽ പലരും ആൻസി വംശത്തിൽ നിന്നുള്ളവരും അദ്ദേഹത്തിന്റെ പൂർവിക ഗ്രാമമായ പൊങ്ക്ലായിൽ നിന്നുള്ളവരുമായിരുന്നു. മാതൃകയായി എപ്പോഴും നയിച്ചുകൊണ്ട് പരേതനായ ടാൻ ശ്രീ ലിംഗ് ഒരു സംഭാവന പരിപാടിക്ക് നേതൃത്വം നൽകുകയും ക്ഷേത്ര നിർമ്മാണത്തിനായി 28 ഏക്കർ ഭൂമി സംഭാവന ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ കമ്പനികളായ റിസോഴ്സ് വേൾഡ് ബർഹാദ്, ജെൻഡിങ് ബർഹാദ് എന്നിവയും കെട്ടിട ഫണ്ടിലേക്ക് RMS 1 ദശലക്ഷം പണം സംഭാവന ചെയ്തിരുന്നുണ്ടായിരുന്നു. ഈ പരേതനായ ടാൻ ലിംഗ് സൊസൈറ്റിയുടെ ചെയർമാനായിട്ട് ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ മകൻ ടാൻ ശ്രീ ലിംഗ് കോക്ക് തായ് അതിന്റെ ഡെപ്യൂട്ടി ചെയർമാനായി നിയമിതനായിട്ടുണ്ടായിരുന്നു. ജെൻഡിങ് ഹൈലാൻഡ് റിസോർട്ട് നിർമ്മിക്കുന്നതിനായി കാണിച്ച അതേ സ്ഥിരോത്സാഹത്തോടുകൂടി പരേതനായ ടാം ശ്രീ ലിംഗ് ക്ഷേത്ര നിർമ്മാണത്തിന്റെ പ്ലാനർ, ആർക്കിടെക്ട്, ഡിസൈനർ, കോൺട്രാക്ടർ, സൂപ്പർവൈസർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വന്നിട്ടുണ്ടായിരുന്നു. കുത്തനെയുള്ളതും പാറക്കെട്ടുകളുള്ളതുമായ ഭൂപ്രകൃതിയാണ് ഇവിടെ. അപ്പം അതിന്റെ നിർമ്മാണ പ്രക്രിയ ദുഷ്കരമായിട്ടും അപകടകരമായിട്ടും പൈലിംഗ് പോലുള്ള അടിസ്ഥാന ജോലികൾക്കായിട്ട് ആധുനിക യന്ത്രങ്ങളെല്ലാം ഉപയോഗിക്കാനൊക്കെ കഷ്ടപ്പാടായിരുന്നു. അപ്പോൾ നല്ലോണം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു ടെമ്പിളാണ്. പൂർണ്ണമായിട്ടും മാനുവലായിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ക്ഷേത്രം പൂർണ്ണമായിട്ടും നിർമ്മിച്ച് രൂപകൽപ്പന ചെയ്യാനായിട്ട് 18 വർഷം ചിലവഴിച്ചു ഇവിടെ. എന്നിട്ട് 1994 മാർച്ച് 29 ചിൻസ്ബി ഗുഹാക്ഷേത്രം ഔദ്യോഗികമായി തുറന്നു കൊടുത്തത്.
ശേഖരം. ഫോട്ടോ എടുക്കാനോ? എന്താ സ്റ്റെപ്പ്! അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഒരു രക്ഷയില്ല. താമരയിലിരിക്കുന്ന പ്രാർത്ഥനാ രഹിതനായ ബുദ്ധൻ. എന്തുകൊണ്ടാണ് എല്ലാവരും നമ്മുടെ ബുദ്ധഭഗവാന കണ്ടില്ലേ? പ്രധാന ആകർഷണം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കുട്ടികൾക്ക്, പ്രത്യേക താല്പര്യമുള്ളവർക്ക് 18 നരക അറകളുടെ ചിത്രീകരണമായിരിക്കും. ചതുരത്തിൻ്റെ അരികിലുള്ള ഒരു കുന്നിൻ മുകളിലേക്ക് പതുക്കെ വളയുന്ന ഒരു പാതയിലൂടെയാണ് ഈ അറകൾ സ്ഥിതി ചെയ്യുന്നത്. ഒരു ദുഷ്ടൻ നരകത്തിൽ നേരിടേണ്ടി വരുന്ന വേദനാജനകമായ അനുഭവങ്ങൾ ചിത്രീകരിച്ചുകൊണ്ട് മോശം പെരുമാറ്റത്തെ നിരുത്സാഹപ്പെടുത്താൻ ഈ അറകൾ ലക്ഷ്യമിടുന്നതിനാൽ പാതയിലൂടെയുള്ള നടത്തത്തെ ജ്ഞാനോദയത്തിലേക്കുള്ള യാത്ര എന്ന് വിളിക്കുന്നു. അപ്പോൾ നമുക്ക് 10 നരക അറകളിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നൊരു എത്തിനോട്ടം നടത്താം. ചൈനീസ് വിശ്വാസം അനുസരിച്ച് 1-ാം നരക അറ മരിച്ച വ്യക്തിയുടെ സ്വഭാവവും മുൻകാല പ്രവൃത്തികളും മറച്ചുവെച്ച് അയാൾക്ക് എവിടെ ശിക്ഷ ലഭിക്കണമെന്ന് തീരുമാനിക്കുന്നതാണ്. അവിടെ നിന്ന് വേർതിരിക്കുമ്പോൾ ഒരു നല്ല വ്യക്തിയെ സ്വർഗീയ മണ്ഡലത്തിലോ അല്ലെങ്കിൽ മഹാനന്ദത്തിൻ്റെ പടിഞ്ഞാറൻ ശുദ്ധഭൂമിയിലോ പുനർജന്മത്തിനായി അയക്കും. ഒരു ദുഷ്ടനെ നരകത്തിലെ ശേഷിക്കുന്ന 9 അറകളിൽ ഒന്നിലേക്ക് അയക്കും. അവയിൽ ഓരോന്നിനും വ്യത്യസ്ത അളവിലുള്ള ശിക്ഷകൾ ചുമത്താൻ അധികാരവും അവകാശവും ഉണ്ട്. അതിനാൽ മരിച്ചവരുടെ പുതിയതായി വരുന്ന എല്ലാ ആത്മാക്കളും 1-ാം നരകത്തിലേക്ക് പോകണം. അവിടെ നിന്നാണ് പിന്നെ ബാക്കി. അപ്പോൾ 1-ാം നരകത്തിലേക്ക് പോയ ശേഷം അവിടെ 1-ാം അറയുടെ രാജാവായ ചിൻ ക്വാങ് വാങ് അവരുടെ വിധി നിർണയിക്കുന്നതാണ്. നമുക്ക് 2-ാമത്തെ അറയിലേക്ക് പോകുമ്പം സമുദ്രത്തിന് അടിയിൽ സ്ഥിതി ചെയ്യുന്നതായി പറയപ്പെടുന്ന 2-ാമത്തെ നരക അറ പുരുഷന്മാരെയോ സ്ത്രീകളെയോ തട്ടിക്കൊണ്ടുപോയവർ, തങ്ങളുടേതല്ലാത്ത സ്വത്തുക്കൾ കൈവശപ്പെടുത്തിയവർ, മറ്റുള്ളവർക്ക് ശാരീരിക ഉപദ്രവം വരുത്തിയവർ എന്നിവരെയാണ് പ്രത്യേകിച്ച് കൈകാര്യം ചെയ്യുന്നത്. രോഗികളെ വഞ്ചിക്കുകയോ ദുരുപയോഗം ചെയ്യുകയോ ചെയ്ത ഡോക്ടർമാർ, വ്യഭിചാര ദമ്പതികൾ, പുത്രബാധ്യതകൾ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ആത്മഹത്യ ചെയ്തവർ എന്നിവർക്കും ഇവിടെ ശിക്ഷ ലഭിക്കും. 3-ാമത്തെ അറ നന്ദികെട്ടവരോ വിശ്വസ്തതയില്ലാത്തവരോ ആയ ആളുകൾക്കും കള്ളന്മാർക്കും ശിക്ഷ വിധിക്കുന്നതിനായിരുന്നു 3-ാമത്തെ നരക അറ. 4-ാമത്തെ നികുതി വെട്ടിപ്പ്, ഭീഷണിപ്പെടുത്തൽ, അശ്രദ്ധ എന്നീ കുറ്റങ്ങൾക്ക് കുറ്റക്കാരായവരെ ശിക്ഷിക്കുന്നത് 4-ാമത്തെ ചേംബറിലാണ്.
തേർഡ് ഹെല്ല്, സെക്കൻഡ് ഹെല്ല് കഴിഞ്ഞിട്ട് തേർഡ് ഹെല്ലാണ്. ശിക്ഷാവിധികളാണ്. നമ്മളവിടെ മറ്റേ എന്താ പറയുക, നമ്മുടെ എന്താ അത്, കുട്ടീനെ കൊല്ലുന്നോ? കഷ്ടമാണ് കേട്ടോ. പ്രഗ്നൻ്റ് വുമണെ കൊല്ലുന്നു, കുട്ടീനെയാണ് കൊല്ലുന്നത്. ഫോർത്ത് എന്താ അയാളുടെ ഫേസ്, എന്താ പാവം. അയ്യോ, പെണ്ണുങ്ങളിലൊക്കെ പാമ്പിനെ വിട്ട് കൊല്ലുക. ഇത് ഹെല്ലിലെ ഓരോ ഇതാണെന്ന് തോന്നുന്നു ഇവരുടെ. ആ, നിൻ്റെതല്ല, നിൻ്റെ കാലാവും. ഇത് എത്രാമത്തെ? ഫിഫ്ത്ത് ഹെല്ല്. 5 ഇനിയുണ്ടല്ലോ. അതാ ബലാത്സംഗം, കൊലപാതകം, അടിപിടി എന്നീ കുറ്റങ്ങൾക്ക് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയവരെ 5-ാം ചേംബർ പരിഗണിക്കും. നശീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരോ മതത്തോട് അനാദരവ് കാണിച്ചവരോ 6-ാം ചേംബറിൽ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഏഴാമത്തെ വന്നല്ലോ. മനുഷ്യക്കടത്ത്, ഗർഭഛിത്രം, ചൂതാട്ടം, മറ്റു സത്യസന്ധമല്ലാത്ത പ്രവർത്തനങ്ങൾ എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവരെയാണ് 7-ാമത്തെ നരക അറ കാത്തിരിക്കുന്നത്. നമ്മുടെ 8-ാം ചാമ്പറിന്റെ ശിക്ഷാവിധി എന്തൊക്കെയാന്ന് വെച്ചാൽ, മാതാപിതാക്കളോട് ഉത്രഭക്തിയും മുതിർന്നവരോട് ബഹുമാനവും കാണിക്കാത്ത ആളുകളെ 8-ാം ചേംബർ ശിക്ഷിക്കുന്നു. വലിയ ശിക്ഷയൊന്നുമല്ല, എന്നാലും ഓക്കെ. ഇത് കണ്ടോ, ഹെൽത്ത് എത്ര ഹെല്ല്, ഇത് എത്രാമത്തെ? 7th, 8th, 9th ഹെല്ലായി. ഇനി നമ്മളെല്ലാ ഹെല്ലിലേക്കും കയറി പോകുന്നതാണ്. 9-ാമത്തെ ചേംബർ വസ്തുവകകൾ കത്തിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളെ കൈകാര്യം ഇവിടെ ചെയ്യുന്നു. അതേസമയം ഈ 10-ാമത്തെ ചേംബർ പുനർജന്മത്തിൻ്റെയും കാര്യങ്ങളിൽ സ്ഥലം, രൂപം, ലിംഗഭേദം എന്നിവ തീരുമാനിക്കുന്നു. അടുത്ത ജന്മത്തിൽ എന്തൊക്കെ വേണമെന്നുള്ളത്. നരക അറകളിലേക്കുള്ള യാത്ര എല്ലാവർക്കും ഒരു വിദ്യാഭ്യാസ യാത്രയായിരിക്കാമെങ്കിലും പരമ്പരാഗത ചൈനീസ് വിശ്വാസങ്ങളുടെ മൂലക്കല്ലായ ബുദ്ധമതത്തിലെ കാരണഫല തത്വങ്ങളെക്കുറിച്ച് കാര്യമായ അറിവില്ലാത്ത ആളുകൾക്ക് ഇത് ഒരു കണ്ണു തുറപ്പിക്കുന്ന ഒരു യാത്രയെ കൂടിയായിരിക്കും. ദുഷ്ടന്മാർക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഭയാനകമായ വിധി കണ്ടതിന് ശേഷം
കുന്നിൻ പാതയിലൂടെ നടക്കുമ്പോൾ കൂടുതൽ സന്തോഷകരമായ കാഴ്ചയാണ് കാത്തിരിക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് കൃപയോടെ ഇറങ്ങി വരുന്ന 7 യക്ഷികളുടെ പുഞ്ചിരിക്കുന്ന മുഖങ്ങൾ സന്ദർശകരെ സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് ഫുക്ലോക് സൗ ഭാഗ്യം, ജ്ഞാനം, ദീർഘായുസ് എന്നീ 3 ദേവന്മാരും വാങ് മോ ലിയാങ് ലിയാങ് മാതൃദേവത സ്വർഗീയ രഥത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതായിട്ട് കാണാം. അവസാനമായിട്ടാണ് ചിങ്സ്വി ഗുഹാക്ഷേത്രത്തിലേക്കുള്ള സന്ദർശകരെ സ്വാഗതം ചെയ്യുന്നതിനായി പ്രവേശന കവാടത്തിൽ നിൽക്കുന്ന 9 നിറങ്ങളിലുള്ള ഡ്രാഗൺ വാൾ ഓഫ് ലക്ക് ഉണ്ട്. വ്യത്യസ്ത സ്വഭാവവും നിറവും 9 ഡ്രാഗണുകളിൽ ഓരോന്നും ഒരു പ്രത്യേക തരം ഭാഗ്യത്തെ പ്രതിനിധീകരിക്കുന്നു. പുരാതന ചൈനയിലെ നാടോടികൾക്ക് അനുസരിച്ച് ഒരു പണ്ഡിതൻ സാമ്രാജ്യത്വ പരീക്ഷ എഴുതാനുള്ള യാത്രയിൽ ഒരു മഞ്ഞ വ്യാളിയെ കണ്ടുമുട്ടിയാൽ അയാൾ ഉയർന്ന മാർക്ക് നേടുകയും ഇംപീരിയൽ കൊട്ടാരത്തിൽ മഞ്ഞ വസ്ത്രം ധരിച്ച ചക്രവർത്തിയെ സേവിക്കുന്ന ഒരു ഉയർന്ന റാങ്കിലുള്ള മന്ദാരിൻ ഉദ്യോഗസ്ഥനാകുകയും ചെയ്യുമായിരുന്നു.
ഞങ്ങളിനി അതിലാണ് കേട്ടോ പോണത്. കുറേ നേരമായി ആണ് വഴി, ഇക്കട്ടാണ് വഴി. ഞാൻ പോണം. ഓക്കെ, ഊട് വഴികളിലൂടെ പോവാം. പല വഴികളുണ്ട്. നമുക്ക് ചെറിയ ഗുഹയിൽ കൂടെ പോവാം. ക്ലീനിങ് ഇൻ പ്രോഗ്രസ് ആണ്. വെള്ളമൊക്കെ വന്നിട്ട് മഴയൊക്കെ പെയ്തിട്ട് നരമ്പായുണ്ട്. നല്ല രസമുണ്ട്. ഭയങ്കര പഴുക്കലാണ്. മഴ വീണ പണി പാലം വെള്ളത്തിൽ കിട്ടും. എത്തി വീണ്ടും